ഛേലെ ബേല ഭാഗം 11 തുടർച്ച. ശിലായിദായിക്ക് അടുത്തുള്ള കാട്ടിൽ കടുവ ഇറങ്ങിയതായി വേട്ടക്കാരൻ വിശ്വനാഥ് വാർത്ത തന്നു. ഉടൻ തന്നെ തോക്ക് നിറച്ച് ആയുധങ്ങൾ തയ്യാറാക്കി ജ്യേഷ്ഠൻ ഒരുക്കങ്ങൾ തുടങ്ങി. എന്നെയും അദ്ദേഹം ആ സംഘത്തിൽ ചേർത്തു. വിശ്വനാഥൻ ഒന്നാന്തരം വേട്ടക്കാരനാണ്. ഒരിക്കലും ഉന്നം തെറ്റുകയില്ല. കടുവയെ നേർക്കുനേർ വെടിവെക്കുന്നതാണ് ധീരതയെന്ന് അദ്ദേഹം കരുതി. ശിലായിദായിലെ നിബിഡ വനത്തിൽ കടുവയ്ക്ക് ഒളിക്കാൻ വിഷമമില്ല. മുളയേണി വെച്ച് മരത്തിൽ കയറി ജ്യേഷ്ഠൻ തോക്കും ചൂണ്ടി ഇരിപ്പായി. ജാഗ്രത പാലിക്കാൻ വിശ്വനാഥൻ അറിയിപ്പ് തന്നു. എൻ്റെ കയ്യിൽ ഒരു കല്ലുപോലുമില്ല. കാട്ടിനിടയിൽ കടുവയുടെ അനക്കം കണ്ട് ജ്യേഷ്ഠൻ വെടിയുതിർത്തു. വെടികൊണ്ടത് കടുവയുടെ നട്ടലിൽ തന്നെ. അത് അവിടെ കിടന്ന് അലറി വിളിച്ചു. മരക്കൊമ്പുകളിൽ കടിക്കുകയും വാലിട്ടടിക്കുകയും ചെയ്തു. വെടിവെച്ചവൻ്റെ നേർക്ക് കടുവ കുതിച്ചു ചാടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേറൊരു തവണ കടുവ ഇറങ്ങിയപ്പോൾ ജ്യേഷ്ഠനും ഞാനും ആനപ്പുറത്താണ് പോയത്. തോട്ടത്തിൽ നിന്ന് കരിമ്പെല്ലാം പിഴുത് വഴിയെല്ലാം തകർത്തുകൊണ്ടായിരുന്നു പോക്ക്. മരങ്ങൾ മറിച്ചിട്ട് തുമ്പിക്കൈ കൊണ്ട് പൊക്കി നിലത്തടിച്ച് മുന്നോട്ട് കുതിച്ചു. വിശ്വനാഥൻ്റെ അനുജൻ ചാമ്രു പറഞ്ഞ് ചില കടുവ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ കടുവ ആനപ്പുറത്ത് ചാടിക്കയറും, മസ്തകത്തിൽ അടിക്കും. അതോടെ ആന ഓട്ടം തുടങ്ങും. മരങ്ങൾക്കിടയിൽ ഞെരുങ്ങി ആനപ്പുറത്തിരിക്കുന്നവരും വീഴും. ഈ കഥയെല്ലാം ഓർത്തെങ്കിലും ധൈര്യം ഭാവിച്ചിരുന്നു. വനത്തിലെ ഏറ്റവും ഇടതൂർന്ന ഒരിടത്തെത്തിയപ്പോൾ ആന അവിടെ നിന്നു. ആനക്കാരൻ അവനെ മുന്നോട്ട് നടത്താൻ ശ്രമിച്ചതുമില്ല. മിന്നൽ പോലെ ഒരു കടുവ വെളിയിലേക്ക് ചാടി. പൂച്ചയും പട്ടിയുമെല്ലാം ഓടുന്നത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതീവ ശക്തിയുള്ള ഒരു മൃഗം ഇതാ ചാടി വീഴുന്നു. ഉച്ചസൂര്യൻ്റെ പ്രഭയിൽ ആ കടുവ മുന്നിലുള്ള വയലുകൾ പിന്നിട്ടു. എന്തൊരു ഭംഗിയാണ് ആ ചാട്ടത്തിന്! എന്തൊരു വേഗം, ശക്തി! പൊൻനിറമുള്ള വൈക്കോൽ കുറ്റികൾ നിറഞ്ഞ വയലിലൂടെ കടുവയുടെ ഓട്ടം കാണേണ്ടത് തന്നെയായിരുന്നു. കേൾക്കാൻ രസമുള്ള ഒരു കഥ കൂടി പറയാം. ശിലായിദായിലെ തോട്ടക്കാരൻ എന്നും ഫ്ലവർ വേസിൽ പൂക്കൾ പറിച്ചു വയ്ക്കുമായിരുന്നു. പൂവിൻ്റെ നീരിൽ പേന മുക്കി കവിത എഴുതിയാൽ കവിത നന്നാവുമെന്ന് എനിക്ക് തോന്നി. പേന നിറയ്ക്കാനുള്ള നീര് എങ്ങനെ കിട്ടും? ഞാൻ ജ്യേഷ്ഠനെ അറിയിച്ചു. ജ്യേഷ്ഠൻ ആശാരിയെ കൊണ്ട് ഒരു മരക്കപ്പും അതിനുള്ളിൽ വെച്ച് കറക്കാവുന്ന ഒരു കമ്പും എൻ്റെ ആവശ്യപ്രകാരം ഉണ്ടാക്കിച്ചു. എല്ലാം റെഡിയായി. പക്ഷേ പൂക്കൾ കുഴമ്പായതല്ലാതെ ഒരു തുള്ളി നീര് പോലും കിട്ടിയില്ല. ജ്യേഷ്ഠന് ഇതറിയാമായിരുന്നു. എന്നിട്ടും അക്കാര്യത്തിന് അദ്ദേഹം എന്നെ പരിഹസിച്ചില്ല. ഇങ്ങനെ ഒരിക്കൽ മാത്രമേ എഞ്ചിനീയറിംഗ് പയറ്റിയിട്ടുള്ളൂ. സിതാറിൻ്റെയും മറ്റും മൈനർ റിപ്പയറിങ്ങിന് പോലും പിന്നീട് ഞാൻ തുനിഞ്ഞിട്ടില്ല. ഒരു വിദേശ കമ്പനിയുമായി മത്സരിച്ച് ബോട്ട് സർവീസ് നടത്തി ജ്യേഷ്ഠൻ പാപ്പരായി. ഇത് ജീവിത സ്മൃതിയിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതിനു മുന്നേ ജ്യേഷ്ഠത്തി മരിച്ചു. അതോടെ ജെറോഷങ്കോയിലെ താമസം ജ്യേഷ്ഠൻ മതിയാക്കി. റാഞ്ചിയിലെ ഒരു കുന്നിൻ മുകളിൽ കെട്ടിടം പണിത് അങ്ങോട്ട് മാറുകയും ചെയ്തു. ഭാഗം 12. ജൊറാഷങ്കോയിലെ 3ാമത്തെ നിലയിലെ താമസം ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. പഴയ പല്ലക്കു പോലെ 3ാമത്തെ നില എനിക്കൊരു സ്വപ്ന ലോകമായി. ചേട്ടത്തി താമസമാക്കിയതോടെ മട്ടുപ്പാവിൽ ഒരു പൂന്തോട്ടമുണ്ടായി. മുറിയിൽ ഒരു പിയാനോയും എത്തി. പിയാനോയിൽ നിന്ന് പുറപ്പെട്ട പുതിയ പാട്ടുകൾ എൻ്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റത്തിന് വിത്തുപാകി. ജ്യോതി ജ്യേഷ്ഠൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന നാടകത്തിൻ്റെ ഭാഗങ്ങൾ ഞങ്ങളെ വായിച്ച് കേൾപ്പിക്കും. അതിൽ ചില കവിതകൾ ചേർക്കുന്നതിന് എന്നോട് ആവശ്യപ്പെടും. ക്രമേണ വെയിൽ വീശും. വീണ് കിടക്കുന്ന പലഹാര കഷ്ണങ്ങൾ നോക്കിക്കൊണ്ട് പുരപ്പുറത്ത് ഇരിക്കുന്ന കാക്കകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കും. 10 മണിയാകുമ്പോഴേക്കും മട്ടുപ്പാവിലെ തണൽ നിശേഷം മാറി തുടങ്ങും. ഉച്ചയ്ക്കാണ് ജ്യേഷ്ഠൻ താഴെയുള്ള ഓഫീസിലേക്ക് പോകുക. അപ്പോൾ ചേട്ടത്തെ പഴങ്ങൾ മുറിച്ച് വെള്ളിക്കിണ്ണത്തിലാക്കും. അവരുണ്ടാക്കിയ മധുര പലഹാരങ്ങളും കൂടെ വയ്ക്കും.
മുകളിൽ റോസാദളങ്ങൾ വിതറി മോടി പിടിപ്പിക്കും. ടംബ്ലറിൽ നിറച്ച കരിക്കിൻ വെള്ളമോ പഴസത്തോ വേറൊരു ട്രെയിൽ വെക്കും. സിൽക്ക് തുണി കൊണ്ട് മൂടി ജ്യേഷ്ഠന് കഴിക്കുന്നതിന് വേണ്ടി ഓഫീസിലേക്ക് കൊടുത്തയക്കും. ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ടാണ് ഇത് പതിവ്. അക്കാലമായിരുന്നു ബങ്കിം ചന്ദ്രൻ്റെ ബംഗദർശനം മാസികയുടെ നല്ല കാലം. എല്ലാ വീട്ടിലും ആർക്കും പരിചയമുള്ള കഥാപാത്രങ്ങളായിരുന്നു സൂര്യമുഖിയും കുന്ദനന്ദിനിയും. അവർക്ക് എന്തു പറ്റി? ഇനി എന്ത് സംഭവിക്കും? ഈ ചോദ്യങ്ങളായിരുന്നു വിദ്യാഭ്യാസമുള്ള എല്ലാവരുടെയും മനസ്സിൽ. ഞാൻ മാസികയുടെ വരിക്കാരനായിരുന്നു. ചേട്ടത്തിക്ക് വായിച്ചു കേൾക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ബംഗദർശനം വായിച്ചു കേൾപ്പിക്കുമ്പോൾ വീശിക്കൊണ്ടിരുന്ന വിശറിയുടെ കാറ്റ് അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ആശ്വാസമായിരുന്നു. ഫാൻ അന്നുണ്ടായിരുന്നില്ല. ഭാഗം 13. ഗംഗയുടെ തീരത്തുള്ള തോട്ടത്തിൽ ഒരു മാറ്റത്തിനു വേണ്ടി ജ്യോതിജ്യേഷ്ഠൻ താമസിക്കാൻ പോകുമായിരുന്നു. നദീതീരങ്ങളുടെ തകർച്ച ഇന്നത്തെ പോലെ അന്നുണ്ടായിരുന്നില്ല. ഇരുകരയിലും ധാരാളം പക്ഷികളുണ്ടായിരുന്നു. പുകപടലങ്ങൾ കൊണ്ട് ആകാശം മങ്ങിയിട്ടില്ലായിരുന്നു. ചെറിയ ഒരു ഇരുനില കെട്ടിടത്തിലായിരുന്നു അവിടെ ഞങ്ങൾ താമസിച്ചിരുന്നത്. മഴ തുടങ്ങി. മേഘങ്ങൾ ഓളങ്ങളുടെ മുകളിൽ അങ്ങനെ നൃത്തം ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ കവിത എഴുതാറുണ്ട്. പക്ഷേ അന്നൊന്നും എഴുതാൻ തോന്നിയില്ല. വിദ്യാവപതിയുടെ ഒരു പദ്യശകലം ഈണം കൊടുത്ത് ഞാൻ പാടി. വർഷകാല സ്മരണകൾ കൂടി ചേർന്നപ്പോൾ ഞാൻ രചിച്ച അനേകം പാട്ടുകൾ വർഷകാല ഗാനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നദീതീരത്തെ വൃക്ഷത്തലപ്പുകൾ ആടി ഉലയുന്നതും ഇലകളും കൊമ്പുകളുമൊക്കെ നന്നായി മാറുന്ന കാഴ്ചയും ഞാൻ ഓർക്കുന്നു. ബോട്ടുകളും വഞ്ചികളും വട്ടം കറങ്ങുന്നു. ഓളങ്ങൾ ഊക്കൻ ശബ്ദത്തോടെ കരയിലടിക്കുന്നു. അപ്പോൾ ചേട്ടത്തി അവിടേക്കെത്തി. ഞാൻ എൻ്റെ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു. മിണ്ടാതെ കേട്ടിരുന്നതേയുള്ളൂ അവർ. ഞങ്ങൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ തുടർന്നു. മുമ്പത്തെ പോലെ ബാലിശമായ കാര്യങ്ങളെ ചൊല്ലി ആയിരുന്നില്ല അതൊന്നും. 16-17 വയസ്സായിരുന്നു എനിക്കപ്പോൾ. പിന്നീട് ഞങ്ങൾ മോറൻസ് ഗാർഡനിലേക്ക് താമസം മാറ്റി. വിശാലമായ മുറികൾ, മാർബിൾ തറ. മോറൻസ് ഗാർഡൻ ഇപ്പോഴില്ല. ഫാക്ടറികൾ അതിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ബഗുള വൃക്ഷ ചുവട്ടിൽ വെച്ച് നടത്തിയിരുന്ന പിക്നിക് പാർട്ടികളും ഓർമ്മയിലുണ്ട്. എൻ്റെ പൂണൂൽ കല്യാണം ഞാൻ ഓർക്കുന്നു. അന്ന് ചേട്ടത്തി ഉണ്ടാക്കിയ പാച്ചോറും നെയ്യും, ഉപനയനം കഴിഞ്ഞ് 3 ദിവസം കിട്ടിയ ആഹാരത്തിൻ്റെ രുചി, ഇതെല്ലാം എങ്ങനെ മറക്കാൻ കഴിയും? ഒരു ദിവസം പോലും രോഗിയായി കിടക്കാനായില്ലല്ലോ എന്നത് എൻ്റെ വലിയ സങ്കടമായിരുന്നു. അസുഖം വന്നാൽ ചേട്ടത്തിയുടെ ശുശ്രൂഷ അനുഭവിക്കുകയും ചെയ്യാം. പറഞ്ഞു ഞാൻ യൗവനത്തിൻ്റെ പടിവാതിലെത്തിയിരിക്കുകയാണ്. കുട്ടിക്കാലത്തേക്ക് ഒന്നുകൂടി മടങ്ങി വരേണ്ടിയിരിക്കുന്നു. എൻ്റെ 16ാമത്തെ വയസ്സിലെ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഭാരതി മാസികയെപ്പറ്റി പറഞ്ഞുകൊണ്ടാവട്ടെ ഇതിൻ്റെ തുടക്കം. ഇന്ന് പുതിയ പത്രങ്ങളും മാസികകളും ധാരാളം പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമോ കഴിവോ ഇല്ലാത്ത എന്നെപ്പോലെ ഒരാൾ ഒരു മാസിക പുറത്തിറക്കി കുറച്ചുനാൾ നടത്തിക്കൊണ്ടുപോയി. ആവേശം, ഉത്സാഹം, അല്ലാതെന്താ? അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയിരുന്ന മാസിക ബംഗദർശനം മാത്രമായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ ഭാരതിയിൽ സ്ഥിരമായി ലേഖനങ്ങൾ എഴുതി. മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു അവ. ഞാൻ കഥകൾ എഴുതി. കഥയുടെ ശൈലിയോ ഘടനയോ മെച്ചമായിരുന്നില്ല. മെച്ചപ്പെടുത്തുവാനുള്ള അഭിപ്രായങ്ങളും ആരും പറഞ്ഞില്ല. മൂത്ത ജ്യേഷ്ഠൻ താഴത്തുള്ള വരാന്ത മുറിയിലായിരുന്നു താമസം. ഞങ്ങൾക്ക് ഒരെത്തും പിടിയുമില്ലാത്ത അറിവിൻ്റെ ലോകത്തിലായിരുന്നു പലപ്പോഴും ജ്യേഷ്ഠൻ്റെ സഞ്ചാരം. അദ്ദേഹത്തിൻ്റെ എഴുത്തും വർത്തമാനവും കേൾക്കാൻ ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വരുന്നവരെ അദ്ദേഹം വേഗം വിട്ടയക്കില്ല. ഗണിതശാസ്ത്രത്തിൽ നല്ല താല്പര്യമുണ്ടായിരുന്നു ജ്യേഷ്ഠന്. വരാന്ത മുഴുവൻ കണക്ക് ചെയ്ത് കീറിയിട്ട കടലാസുകളാവും. കാറ്റത്ത് അതെല്ലാം പറക്കുന്നത് നല്ല കാഴ്ചയാണ്. പാടാൻ കഴിയില്ലെങ്കിലും മൂത്ത ജ്യേഷ്ഠൻ നന്നായി ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ കവിത എഴുതും. സംസ്കൃത വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ച്
ബംഗാളി വൃത്തത്തിലാണ് എഴുതിയിരുന്നത്. എഴുതിയവ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ അദ്ദേഹം തീരെ ശ്രദ്ധിച്ചതുമില്ല. എഴുതിയത് അപ്പോൾ തന്നെ മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അക്കാലത്ത് വീട് നിറയെ കവിതയുടെ സുഗന്ധമായിരുന്നു. ചിലപ്പോൾ കവിത വായിച്ച് ഉറക്കെ ചിരിക്കുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ജോറഷങ്കോ ഭവനത്തിൻ്റെ ഹൃദയമായിരുന്നു മൂത്ത ജ്യേഷ്ഠൻ താമസിച്ചിരുന്ന തെക്കേ വരാന്ത. ശാന്തിനികേതനത്തിലേക്ക് അദ്ദേഹം മാറിയതോടെ ആ വരാന്ത ഉറങ്ങിപ്പോയി. വരാന്തയുടെ മറുവശത്തെ തോട്ടത്തിൽ കഴിച്ചുകൂട്ടിയ സമയത്ത് ശരത്കാല സൂര്യൻ്റെ ഇളം രശ്മികളേറ്റ ഞാൻ ഒരു കവിത എഴുതി. ആജി ശരത് തപനെ പ്രഭാത സ്വപ്നെ കി ജാനി പരാൻ കീജേ ചായ്. അതായത് ശരത്കാല സൂര്യൻ ഉദിച്ചുയരുമ്പോൾ പ്രഭാത സ്വപ്നങ്ങൾക്കിടയിൽ കൂടി ഇന്ന് എൻ്റെ മനസ്സിൽ അജ്ഞാതമായ ഏതോ ഒരു വികാരം ഉണർന്നു വരുന്നു. നീന്തൽ ജ്യേഷ്ഠൻ്റെ ഒരു വിനോദമായിരുന്നു. ഗംഗയിൽ കണ്ണെത്താ ദൂരത്തോളം നീന്തി പോകുമായിരുന്നു അദ്ദേഹം. ജ്യേഷ്ഠനെ കണ്ട് ഞാനും നീന്തൽ പഠിക്കാൻ തുടങ്ങി. പൈജാമ ധരിച്ച് വെള്ളത്തിൽ ചാടിയാൽ കാറ്റുകയറി പിൻഭാഗം ബലൂൺ പോലെ വീർക്കും, മുങ്ങിപ്പോവുകയില്ല. കുറച്ചുകൂടി പ്രായമായപ്പോൾ ഒരു ദിവസം പത്മാ നദിയിലിറങ്ങി നീന്തി. ധാരാളം മണൽത്തിട്ടകൾ ഉള്ളതുകൊണ്ട് അത് പ്രയാസമുള്ള പണിയായിരുന്നില്ല. അച്ഛൻ്റെ കൂടെ ഹിമാലയത്തിലെ ഡൽഹൌസിക്ക് പോയപ്പോഴും അവിടെ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ അനുവാദമുണ്ടായിരുന്നു. അവിടെയുള്ള കുന്നും മലയുമൊക്കെ കയറിയിറങ്ങും. ചാപ്റ്റർ 11 തുടർച്ച 12, 13 ഇത്രയുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ച് അവതരിപ്പിച്ചത്. അടുത്ത ഭാഗം നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇതുവരെ വായിച്ച കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.